ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു ലോഗോ കാണിച്ചു തരാം. ഇത് എന്തിന്റെ ലോഗോ ആയിരിക്കും നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ഒരു 3-4 സെക്കൻഡ് എടുത്തോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കിട്ടിയോ? ഇത് ജപ്പാൻ ബേസ്ഡ് ഒരു സപ്ലൈ ചെയിൻ കമ്പനിയാണ്. നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചത് ശരിയായിരുന്നോ? ഒന്ന് കമന്റ് ചെയ്യണേ. ലോഗോയില് മെയിൻ ആയിട്ട് കാണിച്ചിട്ടുള്ളത് ഒരു അമ്മപ്പൂച്ചയും ഒരു കുട്ടിയാണ്. അമ്മപ്പൂച്ച ഒരു കുട്ടിയെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഈ ലോഗോ ചെയ്തിട്ടുള്ളത്. ലാറ്ററൽ തിങ്കിങ് വെച്ച് ഒരു പ്രോബ്ലം സിമ്പിളായി സോൾവ് ചെയ്തേക്കുന്നു. യമാറ്റോ ഹോൾഡിങ്സ് ഒരു സപ്ലൈ ചെയിൻ അഥവാ ലോജിസ്റ്റിക് കമ്പനിയാണ്. അവർ ദൈനംദിനത്തിൽ ഒരുപാട് പാർസൽസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒരമ്മപ്പൂച്ച ഒരു കുട്ടിയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവോ അതുപോലെ ഞങ്ങൾ നിങ്ങളുടെ പാർസലുകൾ കെയറായി ഡെലിവർ ചെയ്യുമെന്ന് സിമ്പിളായി ഒരു മെസ്സേജ് ഈ ലോഗോയിലൂടെ പറഞ്ഞു വെക്കുന്നു. ആളുകൾക്ക് ഒരു തെറ്റായ ധാരണയുണ്ട്. ലോഗോ, ടൈപ്പോഗ്രഫി, കളേഴ്സ് ഇതെല്ലാമാണ് ബ്രാൻഡിങ് എന്നുള്ളത്. പക്ഷെ ഇതൊരു ശരിയായ രീതിയാണോ? നമ്മളൊരു ബ്രാൻഡിന് ഒരു ഐഡന്റിറ്റി, ഒരു ക്യാരക്ടർ, ഒരു ഇമോഷൻ ഒന്നും കൊടുക്കാതെ എങ്ങനെയാണ് നമുക്ക് മനുഷ്യരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ഇവിടുത്തെ കാര്യം തന്നെ എടുത്തു നോക്കൂ. ഇതൊരു പാർസൽ അല്ലെങ്കിൽ ലോജിസ്റ്റിക് കമ്പനി എന്നുള്ള കാര്യം ഇനി നിങ്ങൾക്ക് മറക്കാനാകുമോ?